ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് പുതിയ ബുക്കാണ്. അതിൽ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മറ്റേ ഭാഗങ്ങളൊക്കെ കാണാം. പാർട്ട് ഓഫ് പാർട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ദെൻ പാർട്ട് ഓഫ് പാർട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്താണ് പാർട്ട് ഓഫ് പാർട്ട്? പാർട്ടിൻ്റെ പാർട്ട് അല്ലേ, ഭാഗത്തിൻ്റെ ഭാഗം അല്ലേ. ഇതൊരു ഫുൾ എന്താണ് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ എന്താക്കി, പകുതിയാക്കി അല്ലേ. അങ്ങനെ അപ്പോൾ ഇത് ഹാഫാണ്, ഇത് ഹാഫാണ് അല്ലേ. ഇത് രണ്ടിലൊന്നില്ല, ഓരോന്നും ഹാഫ്. ദെൻ ഇനി എന്താക്കുക, ഇതിനെ നമ്മൾ എന്താക്കണം, ഈ ഹാഫില്ലേ ഇതവിടെ നമ്മൾ ഹാഫ് ആക്കിയില്ലേ, രണ്ടും ഹാഫാണ് അല്ലേ. ഈ ഒരു ഹാഫിനെ നമ്മൾ എന്താക്കുകയാണ്, 3 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. കണ്ടോ, 3 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, അതിന് ഈ അടിയത്തെ ഈ ഭാഗം എത്ര ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കുക വെച്ചാൽ ഇതെന്താ ഹാഫാണല്ലോ അല്ലേ. അപ്പോൾ ഹാഫ് ആവുമ്പോൾ ഹാഫ് എന്നാണല്ലോ ഈ 3 പാർട്ടാക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഹാഫ് എന്നാണ് എന്ത് 3 പാർട്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 1/3. ഓക്കെ, ഹാഫിൻ്റെ 3 പാർട്ടാക്കിയതല്ലേ, ഹാഫിനെ 3 പാർട്ടാക്കുമ്പോൾ ഹാഫ് ഇൻറ്റു 1/3. ഇനി ഹാഫിനെ 4 പാർട്ടാക്കുകയാണെങ്കിലോ ഹാഫ് ഇൻറ്റു 1/4. ഓക്കെ, ഇനി ഹാഫിനെ 5 പാർട്ടാക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 1/5. ഓക്കെ, ഈക്വൽ പാർട്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ 1/2 ഇൻറ്റു 1/3 ആണ് ഇത്, ഈ ഒരു ഇത് വരിക. അതായത് അല്ലെങ്കിൽ ഇത് അല്ലേ, ഇത് 3 ഓരോന്നാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇതും 1/2 ഇൻറ്റു 1/3 ആണ്, ഇതും 1/2 ഇൻറ്റു 1/3 ആണ്, ഇതും 1/2 ഇൻറ്റു 1/3 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റു ചെയ്യാം? മോളത്തെ നമ്പേഴ്സ് ഇല്ലേ അത് നേരിട്ട് ഇൻറ്റു ചെയ്യുക. പ്ലസ് മൈനസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ച എന്താണ്, ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമ്മൾ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക എന്നല്ലേ. ഇൻറ്റുവിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരിട്ട് മോളത്തും ഇൻറ്റു ചെയ്യുക, ബൈ അടിയത്തും ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യുക, 1 ഇൻറ്റു 1 അല്ലേ. അപ്പം 1 ബൈ പിന്നെ 2 ഇൻറ്റു 3 എന്താ 6. അപ്പോൾ 1/6. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ് 1/6 ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇതും 1/6 ആണ്, ഇതും 1/6 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്നത് കണ്ടോ, 1/3 ഇൻറ്റു 1/2. അപ്പോൾ ഇതെങ്ങനെയാ നോക്കൂ, ഇത് എങ്ങനെ സംഭവം മനസ്സിലായില്ലോ അല്ലേ. ഹാഫിനെ 1/3 ആക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് എന്താക്കുക, അതിനെ 3 പാർട്ടാക്കുക. ഇനി ഇത് നേരിട്ട് ഇങ്ങനെ നേരെ വരച്ച് നോക്കൂ, ഇങ്ങനെ വരച്ച്. അപ്പോൾ ഇത് എത്രയാണ്, ഇത് മൊത്തം എത്ര ഉണ്ട് നോക്കുക അല്ലേ. എത്ര 6 അല്ലേ. അപ്പോൾ 6 അടിയിൽ എഴുതുക അല്ലേ. അപ്പോൾ 6 അടിയിൽ എഴുതുക. പിന്നെ എന്താണ്, 6ൽ ഒരു ഭാഗമല്ലേ നമ്മൾ എടുക്കുന്നത്, 1 അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കൂ 1/6 ഭാഗം. അപ്പം നമ്മൾ എന്താണ് ഹാഫിൻ്റെ 1/3 ഭാഗം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ് 1/6 കേട്ടോ. 1/6. ഇപ്പോൾ എന്താണ് 1/3 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/6. ഇതുപോലെ നമുക്ക് 1/5 ഇൻറ്റു 1/3 ചെയ്തൂടെ? ചെയ്യാം അല്ലേ. എങ്ങനെയാ, അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ 1/3 അല്ലേ, 1/3നെ എന്താക്കുക, 1/3ൻ്റെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനെന്താക്കുക, 3 പാർട്ടാക്കുക. ഓക്കെ, 3 പാർട്ടാക്കിയതിന് ശേഷം അതിലൊരു 1/3, ഇതൊക്കെ 1/3, ഇതും 1/3 ആണ്, ഇതും 1/3 ആണ്, ഇതും 1/3 ആണ് ഇല്ലേ. അങ്ങനെ 1/3 എടുത്ത് അല്ലേ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാവുന്നെങ്കിൽ ഇതെടുക്കുക, ഇതെടുക്കുക, ഏതെങ്കിലും ഒന്ന്, ഒക്കെ 1/3 തന്നെ അല്ലേ. അപ്പോൾ ഇതിനെന്താക്കുകയാണ് 1/5 ആക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒരു പാർട്ട് എത്ര ആയിരിക്കും, 1/3 ഇൻറ്റു 1/5 ആയിരിക്കും. ഓക്കെ, ഇതാ കണ്ടോ, 5 പാർട്ടാക്കി. അതിലൊന്നാണ് 1/5 ഇൻറ്റു 1/3. ഓക്കെ, അപ്പോൾ 1/5 ഇൻറ്റു 1/3 എത്രയാ, മോളത്ത് 2 ഇൻറ്റു ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 1 അല്ലേ, ബൈ 5 ഇൻറ്റു 3 എത്രയാ 15. കണ്ടോ, അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം എന്താണ് 15 ആക്കി. ഇത് നൗ ട്രൈ ദിസ് പ്രോബ്ലം. ഇനി ഈ പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ റെക്റ്റാങ്കിൾസ് ആൻഡ് ഫൈൻഡ് ദിസ് പ്രോഡക്റ്റ്. എന്താണ്, നിങ്ങൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് എന്താണ് ഈ പ്രോഡക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ശേഷം എന്താക്കുക, 1/2 ഇൻറ്റു 1/4 അല്ലേ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചു. ഇനി എന്താണ് അതിനെ ചെയ്യുന്നത്, 2 പാർട്ടാക്കാം. നമുക്ക് 2 പാർട്ടാക്കിയിട്ട് ആ 2 പാർട്ടിൽ 4 പാർട്ടാക്കണം. ഓക്കെ, 2 പാർട്ടാക്കിയ ഇനി എന്താണ്, ഇതും 1/2 ആണ്, ഇതും 1/2 ആണ് അല്ലേ. അപ്പോൾ ആ 1/2 ഒരു ഭാഗം എടുത്തിട്ട് എന്താക്കണം, നമ്മൾ 4 പാർട്ടാക്കുകയാണ് കേട്ടോ. ഈക്വൽ ആയിരിക്കണേ നമ്മൾ ആക്കുന്നത്. ടീച്ചർ ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ഈക്വൽ ആയിരിക്കില്ല, നിങ്ങൾ ഈക്വൽ ആക്കുക സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് കണ്ടോ. അപ്പോൾ ഇത് എന്താക്കി 1/2, ഒരു 1/2നെ നമ്മൾ എന്താക്കി 4 പാർട്ടാക്കി മാറ്റി അല്ലേ. 1 2 3 4 അല്ലേ. അതിൽ ഈ ഭാഗം അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് എന്താണ് നമ്മൾ 1/2 ഇൻറ്റു 1/4 ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് നമുക്കിത് എടുക്കത്. ഓക്കെ, 1/2 ഇൻറ്റു 1/4. ഓക്കെ,
1/2 ഇൻറ്റു 1/4 ആണ് ഇത് വരുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 എത്രയാണ്? മുകളിലത്തെ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അല്ലേ. 1 ഇൻറ്റു 1 എത്രയാ? 1 അല്ലേ. ബൈ പിന്നെന്താണ് അടിയത്തെ 2 ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 4 എത്രയാ? 8. അപ്പോൾ 1/8 ആയിരിക്കും അല്ലേ അത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിത്രം നീട്ടി വരച്ച് നോക്കാം. ഇവിടെ നീട്ടി വരയ്ക്കുക, പിന്നെ ഇത് നീട്ടി വരയ്ക്കുക, ഇത് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇത് എത്ര ഉണ്ട്? ഈ ഭാഗം ഏതായിരിക്കും? 1 2 3 4 5 6 7 8. അപ്പോൾ ഈ ഭാഗം എന്താ? 8 എത്രയാണ്? 8 ഒരു ഭാഗമല്ലേ ഇത്. അപ്പോൾ 8 1 കണ്ടോ? 1/8. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 1/3 ഇൻറ്റു 1/6 ആണ് അല്ലേ. 1/3 ഇൻറ്റു 1/6 എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് ആദ്യം എന്താണ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനെ 3 പാർട്ടാക്കുക. ഓക്കെ, 3 പാർട്ടാക്കുക. ഓക്കെ, ഈക്വൽ പാർട്ടാക്കണം കേട്ടോ. അപ്പോൾ 3 പാർട്ടാക്കുക. ടീച്ചർ വരയ്ക്കുന്ന ഈക്വൽ ആയിരിക്കില്ല. സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് ഇതാക്കുമ്പോൾ നിങ്ങൾ വരയ്ക്കുക കേട്ടോ, ഈക്വൽ ആക്കിയിട്ട്. പിന്നെ എന്താണ് ആ 3 പാർട്ടാക്കി. അപ്പോൾ ഇതും 1/3, ഇതും 1/3, ഇതും 1/3. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് എന്താക്കുക? 6 പാർട്ടാക്കണം. അപ്പോൾ ഞാനിതെടുത്ത് 6 പാർട്ടാക്കുകയാണ്. അപ്പോൾ അതിനെ 6 പാർട്ടാക്കാം നമുക്ക്. ഓക്കെ, അത് 6 പാർട്ടായി. 3 4 5 6 അല്ലേ. 6 പാർട്ടായി. അതിൽ ഈ ഭാഗം എന്താണ്? നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന്. ഇതെന്തായിരിക്കും? 1/3 ഇൻറ്റു 1/6 ആയിരിക്കും അല്ലെ. ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാൻ താഴെയുള്ള എടുക്കുന്നത്. അപ്പോൾ ഇതിനെന്താക്കാം? നമുക്ക് ഈ ഭാഗം നമുക്ക് 1/3 ഇൻറ്റു 1/6 ആയിരിക്കും കേട്ടോ. 1/3 ഇൻറ്റു 1/6. ഓക്കെ, 1/6 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? 1/3 ഇൻറ്റു 1/6 എങ്ങനെ ചെയ്യാം? 1 ഇൻറ്റു 1 എത്രയാ? 1 അല്ലേ. ബൈ 3 ഇൻറ്റു 6 18 അല്ലേ. അങ്ങനെ ചെയ്യാം. ഓക്കെ, 1/18 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെ നീട്ടി വരച്ച് നോക്കാം. നമുക്ക് നീട്ടി വരച്ചാൽ എങ്ങനെ വരും? അപ്പോൾ ആ പാർട്ട് എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അല്ലേ. അപ്പോൾ 18 എത്ര ഭാഗമാണ് എടുത്ത്? നമ്മൾ ഒരു ഭാഗം എടുത്തു. ഈ ഭാഗം മാത്രമേ എടുത്തുള്ളൂ 1 അല്ലേ. അപ്പോൾ 1/18 കണ്ടോ കിട്ടിയത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. 1/5 ഇൻറ്റു 1/8 ആണ് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ട്രയാങ്കിൾ എന്താണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക? നമുക്ക് ആദ്യം എന്താക്കുക? റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആദ്യം റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് എന്താക്കുക? 5 പാർട്ടാക്കുക. അപ്പോൾ 5 പാർട്ടാക്കി. നിങ്ങൾ ഈക്വൽ ആക്കുക കേട്ടോ, ഈക്വൽ പാർട്ടാവണേ. അപ്പോൾ 5 പാർട്ടാക്കി. പിന്നെ എന്താക്കുക? അതിനെ ഒന്നിനെ നമുക്ക് എന്താക്കുക? 5 അപ്പോൾ ഇത് 1/5 ആണ്, ഇത് 1/5 ആണ്, ഇത് ഏതെങ്കിലും ഒന്ന് ഒക്കെ എന്താണ് 1/5 ആണ് അല്ലേ. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കുക. ഇത് എടുക്കുകയാണ്. അതിൽ 8 പാർട്ടാക്കുക ഇതിനെ. ഓക്കെ, 1 2 അങ്ങനെ നിങ്ങൾ 8 പാർട്ടാക്കി മാറ്റുക. അപ്പോൾ 8 പാർട്ടാക്കി കേട്ടോ. അപ്പോൾ 1/5 നമ്മൾ എന്താക്കി? 8 പാർട്ടാക്കി. അപ്പോൾ അതിൽ ഒരു പോയിന്റ് ഇതെന്താക്കുക? നമുക്ക് 1/5 ഇൻറ്റു 1/8 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക? 1/5 ഇൻറ്റു 1/8 എത്രയാണ്? 1 ഇൻറ്റു 1 അല്ലേ. മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക. 1 ബൈ അടിയത്തെ 2 ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 8 എത്രയാണ്? 40 അല്ലേ. 1/40 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നീട്ടി വരച്ച് നോക്കുക, എന്നിട്ട് എണ്ണി നോക്കുക. അപ്പോൾ ഈ ഭാഗം എത്രയാണെന്നൊക്കെ നോക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ്? എ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റർ. 1 മീറ്റർ ലോങ് സ്ട്രിങ് എന്താക്കി? 5 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, ഒരു 1 മീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ ലോങ് എന്താണ്? 5 ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ 1/5 എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റർ. ഒരു പാർട്ടാണ് എന്ത്? 1/5. അപ്പോൾ ആ പാർട്ടിൻ്റെ ഹാഫ് എത്രയെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതെന്താണ്? അതിനെ എന്താ ഹാഫിനോടങ്ങി ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 1/5 ഇൻറ്റു 1/2 എത്രയാണ്? 1 ഇൻറ്റു 1 ബൈ 5 ഇൻറ്റു 2 10 അല്ലേ. അപ്പോൾ 1/10 മീറ്റർ ആയിരിക്കും എന്ത്? എന്താണ്? ഒരു മീറ്ററിന് 5 ഈക്വൽ പാർട്സ് ആക്കിയല്ലോ. 5 ഈക്വൽ പാർട്സിൻ്റെ പകുതി ആക്കിയാൽ എത്ര മീറ്റർ ആണെന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. അത് എത്രയാണ്? 1/10 മീറ്റർ. അത് സെൻറ്റിമീറ്ററിലാക്കാൻ പറഞ്ഞു. സെൻറ്റിമീറ്ററിൽ എങ്ങനെ ആക്കുക? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ 100നോട് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം? 1/10 ഇൻറ്റു 100 എന്ന് എഴുതുക. അപ്പോൾ 1/10 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1/10 ഇൻറ്റു 100 അല്ലേ.
അപ്പോൾ 1 × 100 എത്രയാ 100. 100/10 എത്രയാ? 0 വെട്ടിക്കളഞ്ഞാൽ അതിൽ അറ്റത്തുള്ള പൂജ്യങ്ങൾ വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 10 10 അല്ലേ, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താണ്? 1 liter ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 bottles ഓഫ് ഈക്വൽ സൈസ്. എന്താണ്? 1 ലിറ്റർ പാല് എന്താക്കി 2 ഈക്വൽ സൈസുള്ള ബോട്ടിൽ എന്താക്കി ഫില്ല് ചെയ്തു. അപ്പം അങ്ങനെ ആകുമ്പോൾ 1 ലിറ്റർ ഉള്ള അതിലാണ് ഇതിലെന്താണ് ഈക്വൽ 2 കുപ്പി അല്ലേ. അതിലെന്താക്കി ഈ 1 ലിറ്റർ എന്താക്കി ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിലെത്ര ആയിരിക്കും? ഇതിൽ ഹാഫ് ആയിരിക്കും. ഇതിലെത്ര ആയിരിക്കും? ഇതിലും ഹാഫ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പം പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? 1 liter ഓഫ് മിൽക്ക് ഈസ് ഫിൽ ഇൻ ടു 2 bottles ഇൻ ഈക്വൽ സൈസിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിൽ ഹാഫ് ഇതിൽ ഹാഫ്. ഞാൻ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 bottle, ഒരു ബോട്ടിലുള്ളതിൻ്റെ ക്വാർട്ടർ എന്താക്കി ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിന്ന് എടുത്തിട്ടാണ് ക്വാർട്ടർ എടുത്തിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ എത്രയാ ഭാഗം? 1/2 ഇൻറ്റു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 അല്ലേ. 1/4. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വർ യൂസ്ഡ് ഫോർ ടീ? ചായ ഉണ്ടാക്കാൻ എത്ര ലിറ്റർ ഉപയോഗിച്ചെന്നാ? അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ 1 × 1 1/2 × 4 എത്രയാ? 8 അല്ലേ. 1/8 ലിറ്റർ പാലെടുത്തിട്ടാണ് എന്താക്കിയിരിക്കുന്നത്? ചായ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഈ മില്ലിമീറ്ററിലാക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെ മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കിയത്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 100നോട് അങ്ങോട്ട് ഇൻറ്റു ചെയ്ത് ഇനി ഇവിടെ ലിറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? 1000നോട് ഇത് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 1/8 × 1000. ഓക്കെ, 1/8 × 1000 എന്ന് പറയുമ്പോൾ എന്താണ്? 1 × 1000 അല്ലേ. 1000/8 എന്ന് വരും. അപ്പോൾ 1000/8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000/8 എത്രയാ മക്കളെ? 1000/8 എന്ന് പറയുമ്പോൾ എത്രയാ? 125 അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം? 125 മില്ലി ലിറ്റർ എന്ന് എഴുതാം കേട്ടോ. 125 ml. ഓക്കെ, 125 മില്ലി ലിറ്ററിന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് 1/5 ഓഫ് 2/3 എന്നാ? എന്താണ് 1/5 ഓഫ് 2/3? ഈ ഓഫ് എന്ന് കണ്ടാൽ നിങ്ങൾ ഇൻറ്റു അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1/5 × 2/3. അപ്പോൾ 1/5 × 2/3 എത്രയാ? 1 × 2 മുകളിലത്തെ കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ. 2/5 × 3 എത്രയാ? 15 അല്ലേ. അപ്പോൾ 2/15 എഴുതുക കേട്ടോ. ഇതാക്കണ്ട ആൻസർ 2/15. 2/50 ആണ് 1/5 × 2/3. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? നമുക്ക് റെക്റ്റാങ്കിളിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1/5 ഓഫ് 2/3 എങ്ങനെയാണ് റെക്റ്റാങ്കിളിൽ വരയ്ക്കുക? എന്താ നോക്കൂ. നമ്മൾ എന്താക്കി? ആദ്യം റെക്റ്റാങ്കിൾ വരച്ചു. അതിനെന്താക്കി? 3 പാർട്ടാക്കി അല്ലേ. അതിന് 2 പാർട്ടുകൾ എടുത്തപ്പോൾ 2/3 കണ്ടോ. ഇത് രണ്ടിനെയും നമ്മൾ എടുത്തു അല്ലേ. അതാണ് ഇവിടെ 2/3. ഇനി എന്താണ്? അതിന് 1/5 ആക്കാൻ പറഞ്ഞു കണ്ടോ. ഇതിനെ നമ്മൾ 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു കണ്ടോ. 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. പിന്നെ അതിലൊരു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/5 × 2/3 ആണ് അല്ലേ. അതിലെന്താക്കി? 1/5 15ഉം 1/15 അല്ലേ. 2/15. ഓക്കെ. ദെൻ അടുത്തത് 4/5 ഓഫ് 2/3 എന്ന് പറയുമ്പോൾ എന്താ? ഓഫ് എന്ന് കണ്ടാൽ ഇൻറ്റു ചെയ്യുക അല്ലേ. 4/5 × 2/3 ചെയ്യുക അല്ലേ. 4 × 2 8 8/5 × 3 15 അല്ലേ. 8/15. ഓക്കെ. ദെൻ അടുത്തത് എന്താ? അത് അതേപോലെ തന്നെ പിക്ചോറിക്കലായിട്ട് തന്നിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നൗ ട്രൈ ദിസ് പ്രോബ്ലം. A rope 2 meters long is cut into 5 equal pieces. 2 meter rope ആണ് അല്ലേ. എന്താണ് കട്ട് ചെയ്തിരിക്കുന്നത്? എത്രയിലാണ്? 5 പീസ് ആക്കിയിട്ട് അല്ലേ. 2 meter rope എന്താണ്? ഇവിടെ എഴുതാം അല്ലേ. 2 meter rope എന്താണ്? എത്ര കട്ട് ചെയ്തിരിക്കുന്നത്? 5 അല്ലേ. 2 meter rope എത്ര ആക്കി കട്ട്? 5 equal pieces. അപ്പോൾ 2/5 അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 of the pieces in meter? അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ അളവാണെന്ത്? ലെങ്ത് ആണെന്ത്? 2/5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 ഓഫ് ദ പീസസ് ഇൻ മീറ്റർ? അപ്പോൾ ഒരു മീറ്ററിൻ്റെ, അതായത് ഒരു പീസസിൻ്റെ അതിലുള്ള ഒരു പീസ് അത് 2/5 അല്ലേ. ആ പീസിലുള്ളതിൻ്റെ 3/4 ലെങ്ത് എത്ര ആയിരിക്കുന്നത് ചോദിക്കുക. അപ്പോൾ ഈ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 meter റോപ്പ് 5 ഈക്വൽ പാർട്സ് ആയി കട്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു പീസിൻ്റെ ഇത് 2/5 ആണ്. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ 3/4 എത്രയായിരിക്കും? ഈ 2/5ൻ്റെ 3/4 എത്രയാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 അല്ലേ. 3/4 വരും. ഓക്കെ. അപ്പോൾ 3/4 വരുമ്പോൾ
എന്താണ് 2/5 3/4 എന്താക്കുക ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെയ്യുമ്പോൾ എങ്ങനെ മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക അല്ലേ, 2 × 3 അല്ലേ, എന്താണ് 6. ഓക്കെ, ബൈ 5 × 4 എത്ര 20. ഓക്കെ, അപ്പോൾ 6/20 മീറ്ററാണ് എന്ത് വരിക ഒരു പീസിൻ്റെ 3/4 എത്രയാണെന്ന് ചോദിച്ചാൽ. ഓക്കെ, അപ്പം ഈ സെൻറ്റിമീറ്ററിലാക്കാൻ പറഞ്ഞു. അപ്പോൾ സെൻറ്റിമീറ്ററിലാക്കേണ്ടത് എങ്ങനെയാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതിനെന്താ 100നോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6 × 100 ബൈ 20. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം 600 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ സൈഡിൽ 2 0 ഉണ്ട് അല്ലേ, അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 6 × 10 60 അല്ലേ. 60/2 എത്രയാണ് 60/2 എത്രയാ 30 അല്ലേ. അപ്പോൾ 30 സെൻറ്റിമീറ്ററാണ് എന്ത് ഈ 6/20 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററിലാക്കാൻ പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ 100നോട് ഗുണിച്ചാൽ മതി കേട്ടോ. മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ 100നോട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 4 bottles ഓഫ് ദ സെയിം സൈസ് വെർ ഫിൽഡ് വിത്ത് 3 liters ഓഫ് വാട്ടർ. എന്താ അവിടെ പറയുന്നത് 4 bottles ഓഫ് ദ സെയിം സൈസ് 4 ബോട്ടിൽ ഉണ്ട് അല്ലേ. അപ്പോൾ 4 ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതാ 1 2 3 4 ബോട്ടിലുണ്ട്. 4 ബോട്ടിൽ സെയിം സൈസാണ് ഫിൽഡ് 3 liters ഓഫ് വാട്ടർ. ഇത് എന്താണ് 3 liters വാട്ടർ എന്താണ് ഫിൽ ചെയ്തു അല്ലേ. 1 of these was used to fill 5 cups of the same size. അപ്പോൾ 3 liters വെള്ളമാണ് എന്ത് ഈ 4ലും കൂടി എന്താക്കിയത് ഫിൽ ചെയ്തത്. അപ്പോൾ 1ൽ എത്ര ആയിരിക്കും 3 liters വാട്ടർ അല്ലേ. അപ്പോൾ 1ൽ എത്ര ആയിരിക്കും 3/4 അല്ലേ. 3/4 ആയിരിക്കും എന്ത് 1ലുണ്ടാവുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹൗ മച്ച് 1 of these was used to fill 5 cups of same size. ഇതിൽ 1 എടുത്തിട്ട് എന്താണ് സെയിം സൈസിലുള്ള 5 എണ്ണത്തിന് നമുക്ക് ഇതാക്കി ഇതെടുത്തിട്ട് 1 എടുത്തിട്ട് എന്താണ് ചെറിയ 5 കപ്പിൽ 1 2 3 4 5 കപ്പിൽ സെയിം സൈസിലുള്ള 5 കപ്പിൽ എന്താക്കി ഇത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫില്ല് ചെയ്തെന്ന 1 എടുത്തിട്ട് 3/4 എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ കപ്പിലുള്ള ഒരു കപ്പിലുള്ള അളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ 5 കപ്പല്ലേ. അപ്പോൾ 3/4 അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയിരുന്നത് 3 liters 4 ബോട്ടിലാക്കി എന്ന് പറഞ്ഞാൽ 3/4 അല്ലേ. അതിൽ ഒരു കപ്പ് എന്താണ് ഒരു ബോട്ടിലിൽ എടുത്തിട്ട് 5 കപ്പിലാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് 3/4 liters എടുത്തിട്ട് 5 കപ്പിലാക്കുമ്പോൾ 1/5 അല്ലേ. അപ്പോൾ 3/4 × 1/5. ഓക്കെ, അപ്പോൾ 3 × 1 3 അല്ലേ. 3/4 5 20. ഓക്കെ, അപ്പോൾ 3/20 ലിറ്റർ ആണ് എന്ത് വരുന്നത് ഒരു കപ്പിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇൻ മില്ലി ലിറ്റർ അത് മില്ലി ലിറ്റർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മില്ലി ലിറ്റർ ആക്കുക. അപ്പം മീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ എങ്ങനെ ഇരുന്ന് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പം 100നോട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. ഇനി മില്ലി ലിറ്റർ ആക്കണേ എന്താ ചെയ്യേണ്ടത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഇത് മില്ലി ലിറ്റർ ആക്കണമെങ്കിൽ ഇതിനെ 1000നോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3/20 × 1000 ചെയ്യാം 1000. ഓക്കെ, 1000 ചെയ്യുക. അപ്പോൾ ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. അപ്പോൾ 3 × 100 300/2 അല്ലേ. 300/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 300 ഡിവൈഡഡ് ബൈ 2 എത്രയാ 150 അല്ലേ. അപ്പോൾ 150 മില്ലി ലിറ്റർ. ഓക്കെ, അത്രയാണ് ഇത് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കിയേ. എ വാട്ടർ മെലോൺ വെയിങ് 4 kilograms വാസ് കട്ട് ഇൻ ടു 5 equal pieces. എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ടർ മെലോൺ അല്ലേ 4 kilogram ഉണ്ട്. 4 kilogramന് എന്താ 5 equal പീസ് ആക്കി അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും 4/5 അല്ലേ. 4 kilogram ഉള്ള വാട്ടർ മെലോണ് 5 പീസാക്കിയില്ലെങ്കിൽ 4/5 ഒരു പീസിൻ്റെ എത്രയാണ് 4/5. ഇതിന് ആ ഒരു പീസിൻ്റെ ഇതാണിത് അല്ലേ. അതിനെ ഒന്നും കൂടി ഹാഫ് ആക്കി. അതിപ്പോൾ ഒന്നും കൂടി ഹാഫ് ആക്കുക പറഞ്ഞാൽ എന്താ 1/2നോട് അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, 1/2നോട് ഇൻറ്റു ചെയ്ത് വാട്ട്സ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 2 pieces ഇൻ കിലോഗ്രാം. ഈ 2 പീസിന് വെയിറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ പകുതിയാക്കിയല്ലേ. അപ്പോൾ എന്താണ് ഇത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4/5 എത്രയാ 4/5 5 × 2 10 അല്ലേ. അപ്പോൾ ഇത്രയും എന്താണ് കിലോഗ്രാം ആണ് വരിക അല്ലേ. 4/10 കിലോഗ്രാം 10ആണേത് 4/10 കിലോഗ്രാമാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് ഗ്രാമിലാക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ 1000 ഗ്രാമാണ് 1 കിലോ അല്ലേ. അങ്ങനെ ആകുമ്പോൾ അത് ഗ്രാമിലാക്കണമെങ്കിൽ എന്താക്കുക അതിനെ 1000നോട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 1000നോട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി 4000/10 ആയി അല്ലേ. 4000/10 എന്ന് പറയുമ്പോൾ എത്രയാണ് 400 ഗ്രാം.
ഗ്രാം. ഓക്കെ, 400 ഗ്രാമാണ് എന്ത് വരുന്നത്, ഒരു അതായത് 4 കിലോഗ്രാം ഉള്ള അതിനെ 4 കിലോഗ്രാം വെയിറ്റ് ഉള്ള വാട്ടർ മെലോണിനെ 5 പീസായിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ അളവ് എത്ര വെച്ചാൽ 4/5 കിലോ ആയിരിക്കും. ആ 4/5 ആ പീസിനെ എന്താക്കി പിന്നെയും പകുതിയാക്കി എന്ന് പറയുമ്പോൾ 4/5 ഇൻറ്റു പകുതി, ഹാഫ് അല്ലേ, അതാ ഇൻറ്റു ചെയ്യുക. അപ്പം 4 × 1 4/5 × 2 10 അല്ലേ. അപ്പം 4/10 കിലോഗ്രാം ആണെന്ത് ആ ഒരു പീസിനെയും പകുതിയാക്കിയത് എടുത്താല് 4/10 കിലോഗ്രാം. അത് ഗ്രാമിലാക്കാൻ പറഞ്ഞാൽ എന്താക്കുക, നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലാക്കണേ 1000 ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 4000/10 ചെയ്യുക. അപ്പോൾ 400 ഗ്രാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ വെസൽ full of milk is used to fill 3 bottles of the same size. ഒരു വെസൽ നിറച്ചും പാലുണ്ട്, അതിനെന്താണ് 3 ബോട്ടിൽ സെയിം സൈസിലുള്ള 3 ബോട്ടിലാക്കി. അപ്പോൾ എന്താക്കി 1/3 അല്ലെ, ഒന്നിൽ എന്താണ് 1/3 ഉള്ളത്. ദെൻ ദ മിൽക്ക്, ഒരു വെസലിൽ ഫുൾ മിൽക്ക് ഉണ്ട്, അതിനെ 3 ബോട്ടിലാക്കി എന്ന് പറഞ്ഞാൽ 1/3. ദെൻ ദ മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു ഫിൽ 4 കപ്സ്. അതിനെന്താക്കി 4 കപ്പിലാക്കി എന്ന് പറഞ്ഞാൽ ഇതിനെ 1/4 അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ മിൽക്ക് ഇൻ ദ ഫസ്റ്റ് ഇൻ ഈച്ച്. അപ്പോൾ എന്താ അത് ഇൻറ്റു ചെയ്താൽ മതി, 1 × 1 1 അല്ലേ, ബൈ 3 × 4 എത്രയാ 12. അപ്പോൾ 1/12 എന്നാണ് ആൻസർ കേട്ടോ. ഓരോ കപ്പിലും ഫസ്റ്റ് വെസലിൻ്റെ കൊള്ളുന്ന എത്ര 12-ൽ 1 കൊണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രോ എ ലൈൻ എ ബി ലെങ്ത് 12 സെൻറ്റിമീറ്റർ. എ ബി എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, അതിന് ലെങ്ത് എത്രയാണ് 12 സെൻറ്റിമീറ്റർ ആണ്. മാർക്ക് എ സി എസ് 2/3 ഓഫ് എ ബി. മാർക്ക് എ സി എന്താക്കുക, മാർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് എ ബി എന്നുള്ളതിൽ 2/3 ഭാഗമാണ് എ സി. ഓക്കെ, അതെന്താക്കുക എ സി അടയാളപ്പെടുത്തുക. പിന്നെ എന്താക്കുക ഇതിനെ ഈ എ സിൻ്റെ 1/4 ഭാഗമാണ് എ ഡി, അതും അടയാളപ്പെടുത്തുക. അപ്പോൾ വാട്ട് ഈസ് എ പാർട്ട് ഓഫ് എ ബി ഈസ് എ ഡി. അപ്പോൾ 2/3 × 1/4 ചെയ്താൽ മതി. അപ്പോൾ 2/3 × 1/4 എന്ന് പറഞ്ഞാൽ എന്താ 2 × 1 2/12. ഓക്കെ, അപ്പോൾ 2/12 ആണ് വരിക കേട്ടോ. ഇതിൻ്റെ ആൻസറത്തിനാണ് 2/12. ഇതിന് വേണമെങ്കിൽ ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യന് 3/7 ഓഫ് 2/5. അപ്പോൾ 3/7 ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 3/7 × 2/5. അപ്പോൾ 3/7 × 2/5 എന്ന് പറയുമ്പോൾ മുകളിലത്തെ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 3 × 2 6 അല്ലേ, 6/7 × 5 35. അപ്പോൾ ഇത് എത്രയാണ് 6/35 ആണ് ഒന്നാമത്തെ ആൻസർ കേട്ടോ. ഇത് 2 3/5 ഓഫ് 2/7. അപ്പോൾ ഇൻറ്റു ചെയ്യുക അല്ലേ, 3/5 × 2/7 ആണ്. അപ്പോൾ 3 × 2 എത്ര 6 അല്ലേ, ബൈ താഴത്ത് 2 ഇൻറ്റു ചെയ്യുക. 5 × 7 എത്ര 35. ഓക്കെ, അപ്പോൾ 6/35 ആണ് ഇതും അല്ലേ. 3/5 സെയിം തന്നെ. ദെൻ 2/3 ഓഫ് 3/4. ഇത് ഇൻറ്റു ചെയ്യുക, 2/3 × 3/4 ചെയ്യുക. അപ്പോൾ 2 × 3 എത്ര 6 ബൈ 3 × 4 12 അല്ലേ, 6/12. ദെൻ അടുത്ത് 5/6 ഓഫ് 3/10 എന്ന് പറഞ്ഞാൽ 5/6 × 3/10. അപ്പോൾ 5 × 3 എത്ര 15 ബൈ എത്ര 6 × 10 എത്ര 60 അല്ലേ, 15/16 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ബാക്കി ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.